കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ വിധി ഇന്നാണ്. കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ വാദം കോടതി കേട്ടിരുന്നു. പ്രോസിക്യൂഷൻ വാദവും പൂർത്തിയാക്കി. കുടുംബത്തിന്റെ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അർജുൻ കല്യാട്, ഇന്ന് വിധി വരും. വിധിയിൽ പ്രതീക്ഷയുണ്ട് കുടുംബത്തിന്, അല്ലേ? ഡോക്ടർ തീർച്ചയായിട്ടും കുടുംബത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം കുടുംബം ഉന്നയിച്ചിരുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ സംഭവിച്ചിട്ടുണ്ട്. കേസിന്റെ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലായി രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കേസിലെ പ്രതിയായിട്ടുള്ള PP ദിവ്യയ്ക്ക് വേണ്ടി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ചെയ്തു നൽകിയിട്ടുണ്ട്. അതിന് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന കണ്ണൂർ ടൗൺ ACP ആയിട്ടുള്ള TK രത്നകുമാർ ഈ കേസിന്റെ മേൽനോട്ടം നിർവഹിച്ച ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠാപുരത്ത് മത്സരിച്ച വ്യക്തിയാണ്. അത്തരത്തിൽ LDFന്റെ അല്ലെങ്കിൽ CPMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് CPMന്റെ ഭാഗമായി വിജയിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയ്ക്ക് ആ കേസിൽ പറയുന്ന അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അവരുടെ രാഷ്ട്രീയ ബന്ധം, ഇതൊക്കെയായിരുന്നു ഈ കുടുംബം കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദം നടക്കുന്ന വേളയിൽ ചൂണ്ടിക്കാണിച്ചത്. ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തുകൊണ്ട് സൂചിപ്പിച്ചിരുന്നത് ഈ കാര്യങ്ങളൊന്നും തന്നെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഒരു വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല. അത്തരത്തിൽ റിട്ടയർമെന്റിന് ശേഷം ഒരുപാട് പേർ ഔദ്യോഗിക ചുമതലകൾ വഹിച്ചിരുന്ന ഒരുപാട് പേർ മറ്റ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ അഭിഭാഷകർ പോലും അതല്ലെങ്കിൽ പല അഭിഭാഷകർ പോലും ഇത്തരത്തിൽ റിട്ടയർമെന്റിന് ശേഷം പലതരത്തിൽ രാഷ്ട്രീയ സംഘടനകളുമായി പല സാമൂഹ്യ സംഘടനകളുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് അന്വേഷണം ബാധിച്ചുവെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ ഇതിന്റെ CCTV തെളിവുകൾ, ഫോൺ രേഖകൾ എല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ പറയുന്ന പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ വാദിച്ചിരുന്നത് ഈ പറയുന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നിൽ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഈ കേസിന്റെ വിധി എന്ത് തന്നെയായാലും അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്തായാലും ഏറെ നാളത്തെ അല്ലെങ്കിൽ ഏകദേശം 1.5 വർഷക്കാലമായി തുടരുന്ന നിയമ പോരാട്ടം, ഈ കേസ് അതിന്റെ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിലാണ് ഇന്നിപ്പോൾ തലശ്ശേരിയിലുള്ള അഡീഷണൽ ജില്ലാ കോടതി ഇന്ന് വിധി പറയുന്നത്. ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഡോക്ടർ. താങ്ക് യു. ആ വിധി അല്പസമയത്തിനുള്ളിൽ വരും. പ്രേക്ഷകരിലേക്ക് ആ വിധി അല്പസമയത്തിനുള്ളിൽ ആദ്യം തന്നെ റിപ്പോർട്ടർ എത്തിക്കുകയും ചെയ്യും.